ഇന്ന് നമ്മൾ ഫസ്റ്റ് ആരാണ് ഫുഡ് കഴിച്ചത് അവരാണ് ഇപ്പൊ നമുക്ക് ടോട്ടലി 3 റൗണ്ട്സ് ആണുള്ളത്. അതിനകത്ത് 2 റൗണ്ട് ജയിക്കുന്നവർക്ക് ഫസ്റ്റ് ആണ്. അതിപ്പോ 3 റൗണ്ട് ജയിച്ചാൽ അവരാണ് ഫസ്റ്റ്. ഇപ്പൊ 1 റൗണ്ട് ജയിക്കുന്നവർക്ക് പണിഷ്മെന്റ് ഒക്കെ ഉണ്ട്. അത് നമ്മൾ വൈകാതെ തന്നെ കാണിച്ചു തരും. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നേരെ ചാനലിലോട്ട് പോവാം. അപ്പൊ നമ്മുടെ ചാലഞ്ചിലേക്ക് നടക്കുവാണ്. ഫസ്റ്റ് ഗൈസ് എന്താന്ന് നോക്ക്. ഫസ്റ്റ് എന്തോ റൗണ്ട് ഷേപ്പിലുള്ള ഒരു സാധനമാണ്. ഞങ്ങൾക്ക് എന്താണെന്ന് അറിയില്ല, ഞാൻ കാണിച്ചു തരാവേ. ഇതിന്റെ പേരെഴുതുന്നവർ കമന്റ് ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് ടോട്ടൽ ഞങ്ങൾ 50 എണ്ണം കേട്ടോ വെച്ചത്. എല്ലാവർക്കും സെയിം തന്നെ കേട്ടോ വീതിച്ച് വെച്ചേക്കണത്. ഓക്കെ, നമുക്ക് തുടങ്ങിയാലും പേടിയാവാ. 3 അല്ല, അങ്ങനെ വയ്ക്കാൻ പാടില്ല കേട്ടോ. അവിടെ വയ്ക്കും. ഓക്കെ, ഇങ്ങനെ വയ്ക്കും. 3, 2, 1 സ്റ്റാർട്ട്. നല്ല രസമുണ്ട്. ഞാൻ തിന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ജയിച്ചിട്ടുണ്ട്. എനിക്ക് സന്തോഷിക്കണം, തുള്ളിച്ചടന്നു. അപ്പൊ ഞാൻ എന്തായാലും 1 റൗണ്ട് ജയിച്ചു. ഇനി കുഴപ്പമില്ല. ഇനി 1 റൗണ്ടും കൂടെ കഴിഞ്ഞാലാണ് എല്ലാത്തിനും തീരുമാനമാവുള്ളൂ. ഞാൻ ജയിച്ചു. എനിക്കൊന്നും പറയില്ല ഗൈസ്. നിങ്ങളൊന്നും വിചാരിക്കണ്ട എനിക്ക് ഇവനെന്താ ഹൈറ്റ് കൂടുതലെന്ന്. ഇവൻ നല്ല വലിയ കസേരയിലാണ്, ഞാൻ കുഞ്ഞു കസേരയാണ് ഇരിക്കണത്. നോക്ക് ഗൈസ്, ഞാൻ പിന്നെ കാണിച്ചു തരാം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും. ഞാൻ കാണിച്ചു തരും എന്ന് പറഞ്ഞാൽ കാണിച്ചു തരും. ഇവനെക്കാട്ടും നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നോക്ക്, ഞാനിപ്പോ തന്നെ കാണിച്ചു തരാം. ഇത്രയും ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കുമ്പോ ഇതിനെക്കാട്ടും കുറച്ച് ഇതാണ് കേട്ടോ. പ്ലേറ്റ് വരെ എന്നെക്കാട്ടും പൊക്കാണ്. അടുത്ത റൗണ്ടിട്ട് പോവാൻ പോവാണ്. കുറച്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത റൗണ്ടിട്ട് വരുന്നിരിക്കുകയാണ്. അടുത്ത ഈ ഒരു സാധനമാണ്, ലേസ് പോലെ ഇരിക്കുന്ന സാധനമാണ്. സ്റ്റാർട്ട് ചെയ്താലോ. ഇതുകൂടെ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഒരു തീരുമാനമായി ഗാസ്. ഇവര് തന്നെ പണിഷ്മെന്റ്. 3, 2, 1 സ്റ്റാർട്ട്. ഭയങ്കര പാടൊക്കെ.
തീരുമാനമായി ഗൈസ്. എന്നിട്ട് കാര്യമില്ല, ഇവൻ ജയിക്കും. ഇന്ത്യൻ്റെ ഇത്രയും ബാക്കിയുണ്ട് ഗൈസ്. എനിക്ക് തീരെ ഇഷ്ടപ്പെടില്ല ഗൈസ്. ഒരു വൃത്തിയായിട്ട് ഡ്രസ്. ഞാൻ നേരത്തെ സൂപ്പറൊക്കെ കാണിച്ച് വെറുതെ കേട്ടോ. വലിയ ഇഷ്ടപ്പെട്ടു. തൊട്ട് ഇഷ്ടപ്പെടില്ല. അടുത്ത ലാസ്റ്റ് റൗണ്ട് നമ്മുടെ മെയിൻ ലാസ്റ്റ് റൗണ്ടിൽ ആരാണ് ജയിക്കണം അവരാണ് വിജയ്. അതിനെ തോക്കണാക്കും ഒരു വലിയ പണിഷ്മെന്റ് ഉണ്ടാവും. അപ്പൊ ഞാനായിക്കോട്ടെ ജയിക്കണം. ഞാനാ നമുക്ക് അടുത്ത റൗണ്ടിൽ പോവാം. ഗൈസ്, അടുത്തതായിട്ട് വന്നത് നമ്മുടെ സ്വന്തം ഐസ്ക്രീം. അത് ഞങ്ങൾ ചോക്ലേറ്റ് ഫ്ലേവർ ആണ് എടുത്തേക്കണത്. ഈ കുഞ്ഞി സ്പൂണിനോണ്ട് എങ്ങനെ കഴിക്കണം? ഒരു ചാലഞ്ചായ വലിയ സ്പൂൺ വേണ്ടേ? അത് ഞാൻ കൊടുക്കാത്തതാണ് ഗൈസ്, മനഃപൂർവ്വം. ഇവന് കഴിച്ച് ശീലമില്ല. ഇവൻ എപ്പോഴും വലിയ സ്പൂൺ വെച്ച കഴിക്കാറ്. അതുകൊണ്ട് ഞാൻ പൊട്ടിക്കാൻ പറ്റില്ല. ഞാൻ പൊട്ടിച്ച് കാണിച്ചിരും ഗൈസ്. എന്റെ ശബ്ദം നോക്കിക്കോട്ടാ. എന്റെ ശക്തി തോന്നുന്നു. ഇത് തുറന്നിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് തുറന്നത് ഞാനാണ്. അങ്ങോട്ട് പോകാൻ നേരത്തെ ഞാൻ തുറക്കുമ്പോൾ അപ്പയോട് പോയി ചോദിക്കുന്ന നേരത്തെ അപ്പം തന്നെ ഞാൻ തുറന്നു. അവൻ അപ്പയോട് ചോദിക്കാൻ പോയിക്കോട്ടെ. അപ്പൊ ഗൈസ് നമ്മൾ തുറന്നിട്ടുണ്ട്. ഈ കടിച്ച് പറിച്ചതാണ്, എന്നിട്ടാണ് ഞാൻ തുറന്നത്. ഓക്കെ ഓക്കെ റെഡി. ഐസ്ക്രീം നോക്കിക്കാൻ ഫിസ്റ്റ് ഒക്കെ ഉണ്ട്. റെഡി സ്റ്റഡി ഗോ. തീരുമാനമായി ഗൈസ്. പറ്റുന്നില്ല എനിക്ക്. അയ്യോ, എനിക്ക് തണുപ്പ് പറ്റുന്നില്ല. അയ്യോ, തണുപ്പ് പറ്റും. വാലിട്ടുമ്പോൾ തണുക്കുക. എവിടെയൊക്കെ മരിച്ചു പോയി ഗൈസ്. പിന്നെ ഞാനിത്ര ഫാസ്റ്റായിട്ട് കഴിക്കുമ്പോ എന്റെ തൊണ്ടയാ ഭയങ്കര പാടായിരുന്നു ഗൈസ്. പിന്നെയും അതിന്റെ വിഷമത്തിന് വേണ്ടി ഞാൻ കഴിക്കുക. അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ബൈ ബൈ. പണിഷ്മെന്റ് തരണ്ടേ ഗൈസ്? കുറച്ചേരം ഒരു ബ്രേക്ക് എടുക്കണം. ചുമ്മാ പറഞ്ഞു ഇതൊക്കെ അപ്പം കടിച്ചു പൊട്ടിച്ച അതിനൊക്കെ കടിച്ചു പൊട്ടിച്ചു പറഞ്ഞ് ചുമ്മാ അവനൊരു നോണയത്തിലാണ് പച്ചക്കളറാണ്. പിന്നെ സാധാ ആ ഐസ്ക്രീം നിരച്ചിട്ടിട്ട് കളഞ്ഞു. ജെഫി നോണയത്തിനാട്ടോ ഐസ്ക്രീം താഴെ ഇട്ടിട്ട് ജയിച്ചെന്ന് പറയാം. നിങ്ങൾ ഇടയ്ക്ക് അവൻ അങ്ങോട്ട് വാങ്ങിയത് കണ്ടില്ല. അത് അവൻ കളയാനാ ഗൈസ്. അവന് ദുഷ്ടനാണ്. അപ്പൊ ഗൈസ് നമ്മുടെ ചേച്ചിന് പണി കിടക്കാം. എന്താണെന്ന് അറിയോ? ഒരു ഗ്ലാസ് മൊത്തം വെള്ളം, അതും 10 സെക്കൻഡ്. അതും ചെയ്തില്ല. ഇനി വേറെ ഒരു പണിഷ്മെന്റ് ഉണ്ട്. വേഗം കഴിച്ചാണ് കുടിക്കാൻ. ചേമ്പൊക്കെ മുട്ടണോണ്ടില്ലേ? ചേമ്പൊക്കെ മുട്ടണോണ്ടില്ലേ? വെള്ളം കുടിക്ക് 10 സെക്കൻഡേ ഉള്ളൂ. തിന്നാനാണ് ഇങ്ങോട്ട് വന്നത്. ഓക്കെ ഇതില് കാണിക്കൂ. ഓക്കെ റെഡി തന്നെയാ മതി.
Ready, steady, go. 1, 2, 3, 4, 5, 6, 7, 8. കഴിഞ്ഞു. 8 ആയപ്പോഴേക്കും കഴിഞ്ഞു. ചത്തിരിക്കുന്ന ഗൈസ്. ചത്ത്. ഈ ദുഷ്ടൻ എന്നോട് പ്രാങ്ക് സംഭവിച്ചില്ല ഗൈസ്. ഞാനൊരു വലിയ പ്രാങ്കായിട്ട് വരികയായിരുന്നു. അപ്പൊ അങ്ങനെയുണ്ട് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ പണിയിട്ടു. ചേച്ചി ഫസ്റ്റത്തെ കളി ചേച്ചി പറഞ്ഞു ഞാൻ ജയിക്കും. ഇപ്പൊ എന്ത് പറയാണ്? ഞാൻ നോക്കും. ഞാൻ ജയിക്കും എടുത്തത്. ഗൈസ് അടുത്ത ചാലഞ്ച് ഞാൻ തന്നെ ജയിച്ചിരിക്കും. എങ്ങനെ പറഞ്ഞു? ഞാൻ പോവാ. എന്താണ് ഭ്രാന്തി? നിനക്കെന്താ? എന്താ 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 എന്തോ എന്റെ പുറം കളഞ്ഞു. പുറം നോക്ക്. പുറം കളഞ്ഞവള്. പുറ കടിച്ചെടുക്കുമ്പോൾ ഞാൻ പുറ കടിച്ചെടുത്തു. അപ്പോൾ എനിക്ക് നിങ്ങളോട് ലാസ്റ്റ് ഒരു കാര്യം പറയാനുണ്ട്. അപ്പൊ ഇത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ. ഇത് കൂട്ടി ജീവിക്കാം, അത്രേ ഉള്ളൂ. ഇങ്ങനത്തെ ചാലഞ്ച് ഒക്കെ വന്ന സുഖം. പക്ഷെ ലാസ്റ്റ് ഒരു വെള്ളം കുടിക്കുമ്പോ ലാസ്റ്റ് പണി കിട്ടുമ്പോ ഇത് തിന്നുവാ. പിന്നെ ഒരു സാധനം കൂടി ആക്കെ മേടിച്ചു. ഇത് തിന്നുവാ. ലാസ്റ്റ് ഐസ്ക്രീം തിന്നുവാ. ഐസ്ക്രീം തിന്നു. പിന്നെ എന്ത് ചെയ്യാനാ? അപ്പൊ അങ്ങോട്ട് വെള്ളം കൊടുക്കുമ്പോൾ ലാസ്റ്റ് പണി ഇനി ഞങ്ങൾ ഭയങ്കര പാട പണി. എന്തായാലും എങ്ങനെ ഇത്രയൊക്കെ ഇത് നടക്കത്തില്ല. നടക്കും. ഇനി നടക്കും. ഒരു കാലം നടക്കും. ഇനി നിങ്ങളുടെ അടുത്ത് പ്രാങ്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഇതെന്താണ് പലപോലും ചോദിക്കും. ഇത് ദിസ് ഇസ് ഗ്രാസ്. അപ്പൊ എല്ലാരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഞങ്ങളുടെ വീഡിയോയിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പൊ ഇന്നത്തെ വീഡിയോ തീർന്നിരിക്കുകയാണ്. നമുക്ക് അടുത്ത പുതിയ വീഡിയോയിലേക്ക് നമ്മൾ ഡാൻസ് കളിച്ചാണ് വീഡിയോ അവസാനിപ്പിക്കുക. അപ്പൊ ഇത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.